എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു വിതരണം നടന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ, പല മുടങ്ങിയിട്ടുള്ള ആളുകൾക്കും തുക വീണ്ടും ലഭിച്ചു എന്ന സന്തോഷമുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് കിട്ടിയവരും കിട്ടാത്തവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു പശ്ചിമ ബംഗാളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. രാജ്യത്തെ 9 കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ആ സമയം മുതൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് വിതരണം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ പല അക്കൗണ്ടിലേക്കും ആ തുക എത്തിയിരുന്നില്ല. എന്നാൽ അക്കൗണ്ടുകളിലേക്കും ഇന്ന് വീണ്ടും തുക എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഇന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ഗഡുക്കൾ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു. സൈറ്റിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്ത ആളുകൾക്ക് വരെ മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ മാസം വീണ്ടും കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ പ്രാവശ്യം മുടങ്ങിയിട്ടുള്ളവർ, കഴിഞ്ഞ തവണയ്ക്ക് കിട്ടി ഈ പ്രാവശ്യം മുടങ്ങിയിട്ടുള്ളവരൊന്നും പേടിക്കേണ്ടതില്ല. ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതാണ് അത് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരേ വീട്ടിൽ ഉൾപ്പെടുന്ന 2 പേർ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ ഈ അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുകയും പിന്നീട് അത് ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും ആ ഒരു PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം ആരംഭിക്കുകയും പിന്നീട് അക്കൗണ്ട് പുനഃസ്ഥാപിക്കുകയും ആക്റ്റീവ് ആക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ പരിശോധിക്കുമ്പോൾ, സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്കും ചില ആളുകൾക്ക് മുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൃഷി ഓഫീസിലോ പോയിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ആധാർ അധിഷ്ഠിത KYC ചെയ്യാൻ കഴിയുന്നതാണ്. അത് ബയോമെട്രിക് KYC ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ OTP അടിസ്ഥാനമാക്കി KYC പൂർത്തീകരിക്കാവുന്നതാണ്. KYC KYC അപ്ഡേഷൻ ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ മുടങ്ങിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഭാവിയിൽ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തത്. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് താമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനുള്ളിൽ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.